GM-Edu ഒരു വേറിട്ട എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ മാന്യപ്രേക്ഷകരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള ആളുകൾക്ക് കാണുന്നതിനായി ഷെയർ ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ഈ ചാനലിൽ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെല്ലിൻ്റെ 22 ഇഞ്ച് LED മോണിറ്ററിൻ്റെ അൺബോക്സിംഗ് കം റിവ്യൂ ആണ്. നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. പെട്ടെന്ന് തന്നെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് LED 22 ഇഞ്ച് IPS പാനലിലുള്ള ഡെല്ലിൻ്റെ മോണിറ്ററാണിത്. എന്തൊക്കെയാണ് മോണിറ്ററിൽ വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റാൻഡാണ്. മറ്റ് ബോക്സിൽ വരുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഒരു HDMI കേബിളാണിത്. അതേപോലെ തന്നെ ഇത് പവർ കേബിള്, പവറുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള മോണിറ്ററും പവർ ആയിട്ട് കണക്ട് ചെയ്യാനുള്ള പവർ കോഡാണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള പവർ കോഡാണ്. ഡെല്ലിൻ്റെ കേസ് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല, എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡ്. നേരത്തെ കാണിച്ച് നമ്മൾ ഒരു പെഡൽ പോലത്തെ ഇതിനുമായിട്ട് നമ്മൾ ജോയിൻ ചെയ്യും. അടിയിൽ സ്ക്രൂ ആണുള്ളത്. വളരെ സിമ്പിളാണ്. ഇതിൻ്റെ ഫിക്സിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. ഇതാണ് നമ്മളുടെ 22 ഇഞ്ച് SE2219HX എന്ന മോഡലാണിത്. SE2219HX എന്ന ഡെല്ലിൻ്റെ 22 ഇഞ്ച് മോഡലാണ് ഇത്. മാറ്റ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ബാക്കിൽ ഗ്ലോസിയാണ്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് ഡെല്ലിൻ്റെ ഈ 22 ഇഞ്ച് മോണിറ്റർ. ഇത് ഫുൾ HD സ്ക്രീൻ റെസൊല്യൂഷൻ ഉള്ളതാണ്. ഇതാണ് നമ്മളുടെ പവർ കേഡ് കണക്ട് ചെയ്യാനുള്ളത്. പിന്നെ VGA കോഡുണ്ട്, HDMI കോഡ് ഒരെണ്ണം. ബാക്കിലാണ് നമുക്ക് സ്ക്രീൻ അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള സ്വിച്ചുകളെല്ലാം സൈഡിൽ നിവർത്തി വെക്കുമ്പോൾ ചോട്ടിലായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ ഫിക്സിങ് വളരെ ഈസിയാണ്. ഇപ്പോൾ നമുക്ക് കാണുന്ന പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഫിക്സ് ചെയ്യാം. അടിയിലൊരു സ്ക്രൂ ഉണ്ട്. നമ്മൾ എന്ത് വെച്ചാൽ സ്ക്രൂ തിരിക്കുക മാത്രം, സ്ക്രൂ ഡ്രൈവറിൻ്റെ പോലും ആവശ്യമില്ല. വേണമെങ്കിൽ അഡീഷണലായിട്ട് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ചെയ്യാനും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഫിക്സിങ് കഴിഞ്ഞു. നല്ല സ്റ്റേണായിട്ട് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് മോണിറ്റർ അതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കണം. അതിന് ബാക്കിൽ ഒരു സാധനമുണ്ട്. അതിനകത്ത് ജസ്റ്റ് കറക്റ്റ് നമ്മൾ ഇറക്കി വയ്ക്കാനുള്ള ഒരു പൊസിഷനാണ്. സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ മോണിറ്റർ റെഡി ആയിരിക്കുന്നു. യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈപ്പിൽ നമ്മുടെ മോണിറ്റർ റെഡിയാണ്. ഇത് ഫുൾ HD സ്ക്രീൻ റെസൊല്യൂഷൻ ഉള്ളതാണ്. അതായത് 1920x1080 പിക്സലാണിത്. VGA സപ്പോർട്ടും HDMI സപ്പോർട്ടും ഉണ്ട്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് 22 ഇഞ്ച് IPS പാനൽ മോണിറ്ററാണ്. ഫുൾ HD സ്ക്രീൻ റെസൊല്യൂഷൻ തന്നെയാണ് ഉള്ളത്. 1920x1080 പിക്സൽസ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. VGA സപ്പോർട്ടും HDMI സപ്പോർട്ടും നമുക്കിത് തരുന്നുണ്ട്. അതേപോലെ ഇതിന് ബ്രൈറ്റ്നെസ് 250 നിറ്റ്സ് ആണ്. പിന്നെ റെസ്പോൺസ് ടൈം 5 ms ഉണ്ട്. റിഫ്രഷ് റേറ്റ് 75 ആണ്. ഒരു HDMI പോർട്ടാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. 16:9 ആസ്പെക്ട് റേഷ്യോ നമുക്ക് തരുന്നുണ്ട്. കമ്പനി പറയുന്ന പവർ കൺസംഷൻ എന്ന് പറയുന്നത് 17 വാട്ടാണ്. ഇത് നമ്മൾ ബ്ലാക്ക് കളറിലുള്ളതാണ് ഈ മോണിറ്റർ. അപ്പോൾ ഈ ബോക്സിനോടൊപ്പം വരുന്നത് മോണിറ്ററും സ്റ്റാൻഡും കേബിളും വാറണ്ടി കാർഡ്. 3 ഇയർ ഓൺ-സൈറ്റ് വാറണ്ടി കമ്പനി നമുക്ക് ഇതിനകത്ത് ഓഫർ ചെയ്യുന്നുണ്ട്. ഇതിൽ ഇപ്പം നമ്മളെടുത്തിരിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ചൈനയിൽ നിന്ന് ആണ് കൺട്രി ഓഫ് ഒറിജിൻ ഉള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മൾ 1.5 മാസത്തോളം 2 മാസത്തോളം അപ്രോക്സിമേറ്റ്ലി നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വളരെ ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. നല്ല ബ്രൈറ്റ്നെസ് ഉണ്ട്. അതേപോലെ തന്നെ കാണാനൊക്കെ തന്നെ വളരെ സ്മാർട്ടായിട്ടുള്ള ഒരു മോണിറ്ററാണ് ഡെല്ല് 22 ഇഞ്ചിൻ്റേത്. ഇതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് ഈ ഡെല്ലിൻ്റെ മോണിറ്ററെ പറ്റി നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം.